കൊല്ലത്ത് 62-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കടക്കൽ സ്വദേശിനിയായ തൊഴിലുറപ്പ് തൊഴിലാളിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം 20 പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി. ലിജോ, ഈ 62-കാരി ഇപ്പോൾ എവിടെയാണ് ചികിത്സയിലുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? അജി, കൊല്ലം കടക്കൽ സ്വദേശിനിയായിട്ടുള്ള 62-കാരിക്കാണ് രോഗം ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വടക്കേ വയൽ സ്വദേശിനിയാണ്. ഇവർ ഈ തൊഴിലുറപ്പ് തൊഴിലാളിയെ ജോലി ചെയ്യുകയായിരുന്നു. ഒരാഴ്ച മുൻപാണ് ഇവർക്ക് ആരോഗ്യസ്ഥിതി മോശമായത്. ആദ്യഘട്ടത്തിൽ ചുണ്ട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് ആരോഗ്യാവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗലക്ഷണങ്ങളൊക്കെ കാണിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഈ മരണം സംഭവിച്ചതിൽ 3 ദിവസത്തിനിടെ നടന്നത് 2 മരണം കൊല്ലം ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഈ നേരത്തെ പലയിടത്തായിട്ടൊക്കെ രോഗമുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നതും ഇത്തരത്തിൽ ഈ മരണങ്ങൾ സംഭവിക്കുന്നതും ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്ന് യോഗം ചേർന്നെങ്കിൽ പോലും കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വിവിധ പ്രാദേശികമായിട്ടൊക്കെ പരാതി വരുന്നുണ്ട്. ഈ കടക്കൽ മേഖലയിൽ നിരവധിയായിട്ടുള്ള ജലാശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയെല്ലാം ആളുകൾക്ക് ഇറങ്ങുന്നതിന് പൂർണ്ണമായ ഒരു നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. ഒപ്പം ലിജോ, ഈ 62-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം വല്ലതും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടോ? ഈ പ്രധാനമായും കാര്യം പൊതുവായിട്ട് പല ആളുകളും ഉപയോഗിക്കുന്ന കുളങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടക്കൽ മേഖലയിൽ പ്രധാനമായിട്ടും ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് വടക്കേ വയലാണ്. ആ ഒരു മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ എവിടെ നിന്നെങ്കിലും ആയിരിക്കാം എന്നുള്ളതാണ് ഒരു സ്ഥിതി അവർ ഇപ്പോൾ കരുതുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഈ രോഗം പടർന്നതെന്ന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. സംസ്ഥാനത്തും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മാത്രം 4 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മാസം ഇതുവരെ 13-ാം തീയതി എത്തുമ്പോൾ 20 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും ആളുകൾ ആരോഗ്യവകുപ്പ് പറയുന്നത് പോലെ തന്നെ പൊതുവായിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കുളങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്ന കർശനമായ നിർദ്ദേശം പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ലിജോയാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്താണ് 62-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ 20 പേർക്കാണ് ഈ മാസം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ഈ 62-കാരി ചികിത്സയിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും